ന്യൂസിലേക്ക് സ്വാഗതം. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒരുമിച്ച് കൂടുന്ന ദൈവമാതാവിന്റെ തിരുനാളിനെ വേളാങ്കണ്ണി ബസിലിക്കയിൽ കൊടിയേറി. ആയിരക്കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കി തഞ്ചാവൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ടി സഹായരാജ് കൊടിയേറ്റിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് മാതാവിന്റെ നൊവേന, ദിവ്യകാരുണ്യ ആരാധന, വിശുദ്ധ കുർബാന എന്നിവ ഉണ്ടായിരുന്നു. അതേസമയം തിരുനാളിന്റെ 10 ദിവസത്തേക്ക് വേളാങ്കണ്ണി ബസിലിക്കയിൽ വരുന്ന ഭക്തർ കടലിൽ കുളിക്കുന്നത് വിലക്കി ജില്ലാ കളക്ടർ ആകാശ് ഉത്തരവ് പുറപ്പെടുവിച്ചു. അമേരിക്കയിലെ മിനിയാപോളിസിൽ സ്കൂളിനോട് ചേർന്നുള്ള ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കിടെ 2 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട സംഭവത്തെ കത്തോലിക്ക വിരുദ്ധ കുറ്റകൃത്യമായും ആഭ്യന്തര തീവ്രവാദമായും പരിഗണിച്ചാണ് അന്വേഷണം നടത്തുന്നതെന്ന് അമേരിക്കയിലെ കുറ്റാന്വേഷണ വിഭാഗമായ FBI ഏജൻസി. ബുധനാഴ്ച രാവിലെ സ്കൂളിലെ പള്ളിയിൽ വിശുദ്ധ കുർബാന നടക്കുന്നതിനിടെ ഉണ്ടായ വെടിവയ്പിൽ 8 വയസ്സും 10 വയസ്സുള്ള കുരുന്നുകളാണ് ദയനീയമായി കൊല്ലപ്പെട്ടത്. 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ പ്രകൃതിയെയും അതിന്റെ വിഭവങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത മുൻനിർത്തി പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമായി വത്തിക്കാനിൽ ഒരുക്കിയിരിക്കുന്ന ലൗദാത്തോ സി ഗ്രാമം ലിയോ 14 പാപ്പ ഉദ്ഘാടനം ചെയ്യും. നൂറ്റാണ്ടുകളായി പാപ്പമാരുടെ വേനൽക്കാല വസതിയായ കാസ്റ്റൽ ഗാൻഡോൾഫയിലാണ് ഈ ഗ്രാമം ഒരുക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ 5-ാം തീയതിയാണ് ലൗദാത്തോ സി ഗ്രാമത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത്. കേരള സമൂഹത്തിന്റെ വികസനവും വിവിധ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണവും യുവജന മുന്നേറ്റവുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച് KCYM സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നടത്തുന്ന കേരള നവീകരണ യാത്രയ്ക്ക് വെള്ളരിക്കുണ്ടിൽ ആവേശകരമായ തുടക്കം. ജാഥ ക്യാപ്റ്റനായ KCYM സംസ്ഥാന പ്രസിഡന്റ് എബിൻ കണിവയലിനെ കണ്ണൂർ രൂപത സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരണമെന്നും സമയോചിതമായി ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിലെ ദേവാലയത്തിൽ ദിവ്യബലിക്കിടെ അക്രമി നടത്തിയ വെടിവയ്പിൽ 2 കുട്ടികൾ കൊല്ലപ്പെടുകയും നിരവധി കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ലിയോ 14 പാപ്പ. മിനിയാപോളിസ് ആർച്ച് ബിഷപ്പ് ബെർണാഡ് ഹെബ്ഡയ്ക്ക് അയച്ച ടെലഗ്രാമിൽ വെടിവയ്പിൽ ഇരകളായവർക്കും അതിജീവിച്ചവർക്കും വേണ്ടി പാപ്പ പ്രാർത്ഥിക്കുകയും ചെയ്തു. മരിച്ച കുട്ടികളുടെ ആത്മാക്കളെ സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹത്തിനെ ബരമേൽപ്പിച്ച പാപ്പ പരിക്കേറ്റവർക്കും മെഡിക്കൽ ഉദ്യോഗസ്ഥർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.